ശബരിമല സ്വർണ്ണ തട്ടിപ്പിലെ പ്രതികളെ 5-6 പേരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഇനി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ഊഴമാണ്. പത്മകുമാറിന്റെ അറസ്റ്റ് നീണ്ടുപോകുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും വാസുവിനെ കസ്റ്റഡി കിട്ടണം. അത് പോലീസ് കസ്റ്റഡി വരുമ്പോൾ വാസുവിനെ ഇരുത്തി വേണം പല കാര്യങ്ങളും ചോദിക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം വേണം, മറ്റു പ്രതികളുടെ സാന്നിധ്യങ്ങളൊക്കെ വേണം. അങ്ങനെ വെച്ചിട്ട് വേണം പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ. അടിയന്തരമായിട്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ വാസുവിൻ്റെയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ സാന്നിധ്യം അനിവാര്യമാണ്. അതുകൊണ്ടാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് നീളുന്നതെന്ന് ഞാൻ കരുതുന്നു. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ചില പണമിടപാടുകൾ നടന്നിരിക്കുന്നതായിട്ട് SITക്ക് എവിഡൻസ് ലഭിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആ പണമിടപാടുകൾ എങ്ങനെയാണ് നേരിട്ടായിരുന്നോ അത് പോലീസ് SIT അന്വേഷിച്ച് കണ്ടെത്തണം. മൂന്നാമതൊരാൾ ഇടനിലക്കാരനായിട്ടാണോ പണം കൊടുത്തത്, ആ ഭാഗം കൂടെ അന്വേഷിച്ച് കണ്ടെത്തണം. ഇതിലേതെങ്കിലും വിദേശ ഫണ്ട് വന്നിട്ടുണ്ടോ, ആരുടെ അക്കൗണ്ടിൽ കൊണ്ടാണ് വിദേശ ഫണ്ട് വന്നത്, അല്ലെങ്കിൽ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പറ്റി പണം നേരിട്ട് സ്വീകരിക്കുകയായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉറപ്പുവരുത്തണം. പത്മകുമാറിൻ്റെ അക്കൗണ്ട് പരിശോധിക്കണം. പത്മകുമാറിൻ്റെ വീട് പണിതിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സോഴ്സ് നോക്കേണ്ടി വരും. ഇതുകൂടാതെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് അന്വേഷണം വന്നു കഴിഞ്ഞു, വാസുവിലേക്ക് വന്നു. ഇനി പത്മകുമാറിൻ്റെ ഊഴമാണ്. അതിനുശേഷം തീർച്ചയായിട്ടും പ്രശാന്ത് എന്ന അവസാനം അവിടെ നിന്ന് നെറ്റയം കഴിഞ്ഞു പോയ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഊഴമാണ്. ഏതായാലും ഇവരെല്ലാം അറസ്റ്റിലേക്ക് വരും. കാരണം ദേവസ്വം ബോർഡിലെ തലപ്പത്തിരിക്കുന്നവർക്ക് മനസ്സറിവുണ്ട്. അത് സ്വാമി അയ്യപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ ആ സ്വർണം പൂശി സാധനം വെളിയിൽ കൊണ്ടുപോയത് കുറ്റകരം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക് അന്വേഷണം വന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് പത്മകുമാറിൻ്റെ അറസ്റ്റ് അനിവാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പ്രശാന്തിൻ്റെ തീർച്ചയായിട്ടും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അവർ കാണിച്ച പോലെയൊക്കെ തന്നെ പ്രശാന്തും കാണിച്ചിട്ടുണ്ട്. പ്രശാന്തിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ഇവിടുന്ന് ശബരിമലയിലെ ദാരിശില്പങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ വാതിലും കട്ടളയൊക്കെ വെളിയിലേക്ക് പോയിരിക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തു വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് സാധനം മദ്രാസിൽ പോയി വന്നു. ഏതായാലും അവിടുന്ന് സാമ്പിളുകളെല്ലാം ഇപ്പം SIT ശേഖരിച്ചു. ഇപ്പം ഇരിക്കുന്ന ആ ദാരിശില്പത്തിലും അല്ലെങ്കിൽ കട്ടളപ്പടിയിലും വാതിലിലും മറ്റ് സ്വർണം പൂശിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാമ്പിളുകൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എടുത്തു കഴിഞ്ഞു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൻ്റെ റിസൾട്ട് അറിയണം. അതിനകത്ത് ഏതെങ്കിലും സ്വർണത്തിൻ്റെ അംശമുണ്ടോ, അത് വെറും പൂശു മാത്രമാണോ, അതുതന്നെയല്ല അതിനകത്ത് എത്രത്തോളം സ്വർണം ഉണ്ട് ഇനി മിച്ചം നമുക്കറിയാം. അവിടുത്തെ UB ഗ്രൂപ്പുകാർ കൊടുത്ത സ്വർണത്തിൻ്റെ തൂക്കം എല്ലാവർക്കും അറിയാം. 40 കിലോ 800 ഗ്രാമിൽ ഏകദേശം 30 കിലോയോളം മാത്രമേ പതിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്ന് മുതൽ 1998-99 മുതൽ അന്നുള്ള മിച്ചമുള്ള സ്വർണത്തിനെക്കാട്ടിലും സ്വർണത്തിൻ്റെ കണക്ക് വരണം. ഇപ്പോൾ ഇത് പൂശിയ ശേഷം എത്രത്തോളം മിച്ചം അവിടെയുണ്ട്, വെളിയിലിട്ട് എത്ര പോയി എന്നുള്ള കണക്ക് വരണം. അതുകൂടാതെ ശബരിമലയിലെ പല കാലാകാല സന്ദർഭങ്ങളിൽ 1998 മുതൽ പലരും ശബരിമല ഭക്തന്മാർ പലരും അവിടെ സ്വർണം കൊടുത്തിട്ടുണ്ട്, പൂശാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം വരണം. ഏതായാലും ഇപ്പോഴത്തെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന SIT ടീമിന് ഒരു കാലപരിധി ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിപ്പുറം തീർച്ചയായിട്ടും 2019 ആ വർഷത്തിൽ ഇവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയത് മാത്രം കംപ്ലീറ്റ് ചെയ്ത് കുറ്റചാർജ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാർക്കും അങ്ങനെയുള്ളവർക്ക് എത്രത്തോളം ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, അത് തന്നെയല്ല ആ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാര്യം ആരും പറഞ്ഞതായിട്ട് കണ്ടില്ല. അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ചാർജുള്ള സ്പെഷ്യൽ സെക്രട്ടറി ആരാണ്, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ലേ, IAS കാരൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ധാരാളം പ്രശ്നങ്ങൾ SITക്ക് നോക്കാനുണ്ട്. എന്തായാലും പത്മകുമാറിനെ 2-3 ദിവസത്തിനകം അറസ്റ്റ് ഉണ്ടാകും. അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും, കസ്റ്റഡി വാങ്ങിക്കും, ചോദ്യം ചെയ്യും, സ്വർണം റിക്കവർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫണ്ട് എങ്ങനെയൊക്കെയാണ് വന്നത്, ഏത് മാർക്കറ്റിൽ കൂടിയാണ് വന്നത് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ
ഇ ഡിയുടെ രംഗപ്രവേശനവും നമ്മൾ കണ്ടു. ഫോറിൻ മണി വന്നിരിക്കുന്നു എന്നാണ് അതിന് മനസ്സിലാകുന്നത്. മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഇ ഡി നടത്തും. ഈ മണിയുടെ സോഴ്സ് ഈ വന്നു പോയതും കൊടുത്തതും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കൈപ്പറ്റിയതും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തതും ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടോ, ആ സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവരുടെ സോഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, അവരൊരു വീട് പണിത് മാത്രമല്ല അവർ വീട് പണിയാനുള്ള ഫൈനാൻസ് എവിടെ നിന്ന് വന്നു, എത്ര രൂപ അവർ ലോൺ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാര്യങ്ങളെല്ലാം ഇനി വെളിയിലോട്ട് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് SIT ചെയ്യുന്നത്. എങ്കിലും ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർ 1998 മുതൽ അതിനകത്ത് സ്വർണം മോട്ടിച്ചവരെ മുഴുവൻ പ്രതിയാക്കേണ്ടി വരും. അത് പിന്നീടുള്ള ഒരു ടീമായിരിക്കും, അല്ലെങ്കിൽ ഈ ടീം തന്നെ ആയിരിക്കും. അടിയന്തരമായിട്ട് ഇപ്പം ടൈം ലിമിറ്റ് കൊടുത്തിരിക്കുന്ന പീരീഡിലുള്ള ഒരു കുറ്റച്ചാർജ് മാത്രം കോടതി ഇവരെ കൊടുക്കും. കാരണം പ്രതികളൊന്നും ജാമ്യത്തിൽ പോകാൻ പാടില്ല. രണ്ടാമത് അവർ ട്രയൽ ഫേസ് ചെയ്യുന്ന കസ്റ്റഡി തന്നെ ആയിരിക്കണം. അതുകൊണ്ട് 90 ദിവസത്തിനകം ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ചാർജ് ഷീറ്റ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.